ഹലോ ഗൈസ്, പത്തരമാരുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവയാനി അടുക്കളയിലോട്ട് വരുമ്പം അവിടെ നയന നവ്യയ്ക്ക് കാച്ചി വെച്ചേക്കുന്ന പാല് കാണും കേട്ടോ. ഇത് കണ്ടിട്ട് ദേവയാനി മനസ്സിലിങ്ങനെ ചിന്തിക്കുക, അവളുടെ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതായിരിക്കും, അങ്ങനെ ഇപ്പോൾ അവൾ കുടിക്കണ്ട, ഇത് ഞാനങ്ങ് കുടിച്ചേക്കാമെന്ന് പറഞ്ഞ് അതെടുത്തങ്ങ് കുടിക്കുക കേട്ടോ. എന്നിട്ട് ചിന്തിക്കുക, അവൾക്ക് വേണമെങ്കിൽ മറ്റവൾ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കുടിച്ചിട്ട് നേരെ മുറിയിലോട്ട് വരും കേട്ടോ. മുറി വരുമ്പോഴേക്കും ജയൻ അവിടെ എന്തൊക്കെയോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുക. ജയനോട് പറയുന്നുണ്ട്, ജേട്ടാ ഇനി എന്നോട് വഴക്കിനൊന്നും വരരുത്, ജേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പാൽ കുടിച്ചിട്ടുണ്ട്, ഇനിയിപ്പം ഒന്നും കഴിച്ചില്ല കുടിച്ചില്ല എന്നുള്ള പരാതി പറഞ്ഞേക്കരുതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, പാലോ? അത് നയനമോള് നവിക്കെടുത്ത് വെച്ചാണോ? ഒന്ന് ചോദിച്ചിട്ട് കുടിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുക കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, അതിപ്പോൾ ചോദിക്കാൻ എന്തിരിക്കുന്നത്, അവൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഉണ്ടാക്കി കൊടുക്കട്ടെ, ഇഷ്ടം പോലെ പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, എന്നാലും നീ എന്തിനായി മരുമോളുടെ എതിരെ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതല്ലേ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനെ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ചേട്ടാ, എനിക്ക് ഒന്നാമതേ ഭയങ്കര ക്ഷീണം, ആ ക്ഷീണം മാറാൻ കുറച്ച് പാലെടുത്ത് കുടിച്ച് എനിക്ക് വഴക്കിന് വയ്യ, അവളെ ഞാൻ ഈ വീട്ടിലെ ഒരു വേലക്കാരിയായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയെന്നോർത്ത് ഒരു കുഴപ്പമില്ല, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ദേവേനി കിടക്കുക കേട്ടോ. ദേവേനിക്കൊന്നും നല്ല ക്ഷീണം തോന്നിയതുകൊണ്ട് ജയൻ പ്രത്യേകിച്ചൊന്നും പറയുകയില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നയനേനെയാണ്. നയന അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ പാലൊക്കെ തീർന്നിരിക്കുക കേട്ടോ. അപ്പം നയന ചിന്തിക്കുന്നുണ്ട്, ഇതാരെടുത്ത് കുടിച്ചേ എന്നോർത്ത് വീണ്ടും നവിക്ക് വേണ്ടി പാല് കാച്ചു കേട്ടോ, പാത്രമൊക്കെ കഴുകിയിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജലജേനെയാണ്. ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, ഇന്നത്തോടെ നവിയുടെ കുഞ്ഞ് പോവുമല്ലോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ ജലജ മാറി നിന്ന് അനാമികയുടെ അമ്മയും കൂടെ സംസാരിക്കുന്നത് കേൾക്കുക കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമ്മൾ ആ പാല് കുടിച്ച് വയറും വേദനിച്ച് ഓടിയപ്പോൾ കുറേ ചിരിച്ചതാണ്, അന്ന് തുടങ്ങിയത് അവളുടെ കഷ്ടകാലം, ഇനി അവൾ പാല് കുടിച്ചിട്ട് ഓടുന്ന കണ്ട് നമുക്ക് ആശ്വസിക്കാം മോളെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനാമികയുടെയൊക്കെ സംസാരം കേട്ടിട്ട് ജലജ ചിന്തിക്കുകയാണ്, ഇവളുമാർ എങ്ങനെയാലും അവളുമാരെ പുറത്താക്കട്ടെ, എന്നിട്ട് വേണം ഇവളെ എങ്ങനെയാലും എനിക്ക് പുറത്താക്കാൻ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പം നയന നവ്യയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പാലെങ്ങാനും എടുത്ത് കുടിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇല്ല. എന്താണെന്നറിയില്ല, ഞാൻ ചേച്ചിക്ക് കാച്ചി വെച്ച പാലാരോ എടുത്ത് കുടിച്ചു, എന്തായാലും ഞാൻ പിന്നെയും കാച്ചതാന്ന് പറഞ്ഞ് അടുത്ത ഗ്ലാസ് കൊടുക്കുക കേട്ടോ നയന എടുത്ത്. അപ്പോഴേക്കും അത് കുടിക്കാൻ വേണ്ടിയിട്ട് നവ്യ അങ്ങ് പോവാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പം ആദർശേട്ടൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് സങ്കടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം, എല്ലാം മാറും, ഇപ്പം തന്നെ അബി മാറിയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അബിയുടെ മാറ്റത്തെപ്പറ്റി വളരെ സന്തോഷത്തോടുകൂടി നയനോട് പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് എനിക്കൊരു വിഷമവുമില്ല, എനിക്കൊരുപാട് സന്തോഷമുണ്ട്, കാരണം ആദർശേട്ടൻ ഇപ്പം എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, അത്രമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്തായാലും അബിയുടെ ഈ മാറ്റത്തിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവാം കേട്ടോ. പിന്നെ കാണിക്കുന്ന ജലജേനെയാണ്. ജലജ വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഇങ്ങനെ കുത്തിയിരിക്കാതെ പോയെന്ന് നോക്ക്, അവളത് കുടിച്ചോന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പാല് മാറിപ്പോയതുപോലെ അവളുമാരുടെ സംസാരം കേട്ടിട്ട് ഇനി അവളത് കുടിക്കാതിരിക്കുമല്ലോ ചെയ്തെങ്കിലോ, എന്തായാലും നീ പോയെന്ന് നോക്ക്, ഒരു 15 മിനിറ്റിനുള്ളിൽ റിയാക്ഷൻ വരുമെന്നാണ് അനാമിക അവളുടെ അമ്മയും കൂടെ സംസാരിക്കുന്നത് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അവൾ ആ പാല് കുടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമോ, ഇവിടെ കുറച്ച് പൊട്ടിത്തെറിയും ബഹളമൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, അങ്ങ് ഉണ്ടാവട്ടെ, അത് കഴിയുമ്പം എല്ലാവരും അങ്ങ് മറന്നോളൂ, കിളവനും കിളവിയും പോലും എന്ന് പറയുമോ കേട്ടോ ജലജ. പിന്നെ കാണിക്കുന്ന നവ്യനാണ്. നവ്യ അങ്ങനെ പാല് കുടിച്ച് മുക്കാലായപ്പോഴേക്കും അബി അങ്ങ് ചെല്ലുക കേട്ടോ. അപ്പോൾ അബിയോട് പറയുന്നുണ്ട്, നീ വന്നോ, ബാക്കി നീ കുടിച്ചോ, നമ്മളിപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മളെല്ലാം പരസ്പരം പങ്കിടണ്ടേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഈ പാലിൻ്റെ ഇത് കാണുമ്പോഴേക്കും അബി ആകെ പെട്ടുപോവുക, എന്നിട്ട് ചിന്തിക്കുവാണ്, ദൈവമേ ഞാൻ പെട്ടോ, ഇനി എന്ത് ചെയ്യും എന്നോർത്തിങ്ങനെ ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് അബിക്ക് മനസ്സിലൊരു ഐഡിയ വരുന്നത്, എന്നിട്ട് ചോദിക്കുക, നീ എന്താ നവ്യ പറയുന്നത്, ഞാനിപ്പോൾ ഒരു സ്വാമിയല്ലേ, അങ്ങനെ ആരെങ്കിലും കുടിച്ചതിൻ്റെ ബാക്കിയൊക്കെ എനിക്ക് കുടിക്കാവോ, നീ തന്നെ കുടിക്കുക, അതുമാത്രമല്ലല്ലോ നിൻ്റെ വയറ്റിലല്ലേ നമ്മുടെ കുഞ്ഞ് കിടക്കുന്നത്, അപ്പോൾ ആ കുഞ്ഞ് നല്ലപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല ആരോഗ്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് വേണ്ടിയിട്ടല്ലേ നീ പാല് കുടിക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയാം, അത് ശരിയാ, അത് ഞാൻ ഓർത്തില്ല എന്ന് പറയുവാണ്. പിന്നെ അബി അങ്ങ് നവ്യനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുവാണ്. ഇത്രയും സ്നേഹം കാണുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ഇത്രയും
സ്നേഹം കാണുമ്പോൾ എനിക്ക് ആകെ ഒരു സംശയം, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന്. അപ്പോഴേക്കും അബി മനസ്സിൽ ചിന്തിക്കുമോ, ദൈവമേ ഇവള് പൊക്കുമോ. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കുന്ന കാണുമ്പോഴത്തേക്കും നവ്യ ചോദിക്കുവാണ്, അല്ല എന്താ നീ ഇപ്പോൾ ആലോചിച്ചേ? അതല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ചോദിക്കുവാണ്, ഈ മാല ഇട്ടുകൊണ്ട് ഞാൻ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുവാണ്, അതാണ് എനിക്ക് ആകെ ഒരു വിശ്വാസം, ഈ മാല ഇട്ട് നീ കള്ളത്തരം കാണിക്കില്ല എന്നുള്ളത്. അപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്, മാലയല്ലടി, എന്തിട്ടാലും എനിക്കിഷ്ടമില്ലാത്ത ഭാര്യയാണെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ പലതും പറയും എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബിയുടെ ഫോണിലോട്ട് ജലജ വിളിക്കുവാണ്. അപ്പം അബി പറയുന്നുണ്ട്, ദേ അവർ വിളിക്കുന്നു എന്ന് പറയുക കേട്ടോ നവ്യോട്. നവ്യ ചോദിക്കുകയാണ്, ആര്? അമ്മ, ഞാൻ നീയുമായിട്ട് അടുത്ത കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, ഇനി എന്ത് പറയാൻ വിളിക്കുന്നതാണെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ നവ്യയുടെ മുമ്പിൽ അഭിനയിക്കുവാണ് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്താണേലും പോയി ചോദിച്ചിട്ട് വാ, എന്ത് പറ്റിയെന്ന് അറിയാമല്ലോ എന്ന് പറയുക കേട്ടോ. അങ്ങനെ ജലജയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മ അവൾ പാല് കുടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ജലജ പറയുകയാണ്, ഒരു 15 മിനിറ്റിനുള്ളിൽ റിയാക്ഷൻ വരുമെന്നാണ് അനാമിക അവളുടെ അമ്മയും പറഞ്ഞത്. എന്തായാലും അവൾക്ക് അവളുടെ കുഞ്ഞിനെ താലോലിക്കാൻ ഇനി പറ്റത്തില്ല, അതുകൊണ്ട് അതുവരെ നീ അവളെ പോയി താലോലിക്ക്. അത് കഴിയുമ്പോൾ ആ കുഞ്ഞ് പോയി കഴിയുമ്പോൾ നമുക്ക് അവളെ ഇവിടുന്ന് പയ്യെ പുറത്താക്കണം. പുറത്താക്കി കഴിയുമ്പോൾ നീ അപ്പോഴത്തേക്കും ഒരു കാശുകാരി പെണ്ണിനെ കണ്ടു വെക്ക്, അവളെയും കെട്ടി സുഖമായിട്ട് ഇവിടെ ജീവിക്കാം, അതേ ഇനി നടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, അത്ര എളുപ്പത്തിലൊന്നും നവ്യനെ പുറത്താക്കാൻ ഓർക്കണ്ട എന്ന് പറയുമ്പോൾ ജലജ പറയാണ്, അതോർത്ത് നീ വിഷമിക്കണ്ട, പുറത്താക്കുന്ന കാര്യമൊക്കെ അനാമിക അവളുടെ അമ്മയിൽ നിന്ന് നടത്തിക്കോളും, നമ്മളെപ്പോലെയൊന്നും അല്ല, കാഞ്ഞ ബുദ്ധിയാ, എന്തേലും കാണിച്ച് 2 അവളുമാരെയും പുറത്താക്കും, പിന്നെ അവളെ പുറത്താക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി എന്ന് പറയും കേട്ടോ അബിയോട്. അപ്പോൾ അബി പറയാണ്, എന്തായാലും ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവൾക്ക് സംശയം വരും എന്ന് പറഞ്ഞ് പയ്യെ പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്ന അനാമിക തന്നെയാണ്. അനാമിക രേവതിയോട് ചോദിക്കുവാണ്, എന്താ അമ്മേ, അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ അവൾ കാറിക്കൊണ്ട് ഇതിൽ നടക്കും എന്നല്ലേ പറഞ്ഞേ, ഇതിപ്പോൾ കാറിൽ പോയിട്ട് ഒരനക്കം പോലും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുക, ഇനി അവൾ ആ പാലങ്ങാനും കമത്തി കളഞ്ഞോ, ഓർത്തിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് മേല, ഇവിടെ എന്തായാലും ചുമ്മാ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംശയിക്കും, വാ പോയി കിടക്കാം എവിടെയെങ്കിലും എന്ന് പറയുക കേട്ടോ. പിന്നെ നയന ചെന്നിട്ട് ആദർശനോട് ചോദിക്കുവാണ്, ആദർശേട്ടാ പാല് ആദർശമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ കുറച്ച് നേരം ഇവിടെ നിൽക്കുക, നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഓഫീസിലോട്ട് നിന്നെ ഡിസൈനറായിട്ട് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഓർക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ആദർശേട്ടാ, ഞാനാണിപ്പോൾ ഇവിടുത്തെ എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ താളം മുഴുവൻ തെറ്റും, അതുമാത്രമല്ല അത് വീട്ടിൽ എന്തോത്തോളം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കുമെന്ന് ആദർശേട്ടൻ അറിയാലോ എന്നിങ്ങനെ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, മാലയിട്ട സമയത്തും ഞാൻ അനിയുടെ കാര്യമാണ് ഓർത്തത്, എന്തോ അനിയുടെ അമ്മായിയമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്, നീ പറഞ്ഞ പോലെ മൊത്തത്തിൽ ആ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവസാനം അനിയുടെ ജീവിതം പോയല്ലോ എന്നോർത്ത് വേദനിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാ എന്ന് പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് നയന എവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആദർശ് നയനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നയന എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ പൊയ്ക്കോ എന്ന് പറയുക. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും